നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 661st day. Today 20th sloka of Pradhama Skandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 661 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഇദം ഹി വിശ്വം ഭഗവാനിതേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇദം ഹി വിശ്വം ഭഗവാനിതേ വേദരോ യദോ ജഗസ്ഥാനി നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാ വിവൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഓം തത്സത്. ഇദം ഹി വിശ്വം ഭഗവാനി വേദരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാ വിവൈ പ്രാദേശമാത്രം ഭവതാ പ്രദർശിതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഇദം ഹി വിശ്വം ഭഗവാൻ ഇതരോ യദോ ജഗത്സ്ഥാന നിരോധ സംഭവ തദ്ധി സ്വയം വേദ ഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവതാ പ്രദർശിതം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇദം വിശ്വം ഈ ലോകം ഭഗവാൻ ഇവ എന്നുള്ളത് ഭഗവാനോട് ചേർത്തി ഭഗവാൻ ഇവ ഇതര അങ്ങനെയാണത്. ഭഗവാൻ ഇവ ഭഗവാൻ തന്നെ സ അവനോ ഇതര അന്യനാകുന്നു. ഭഗവാൻ ഇവേതരോ എന്നുള്ളത് ഭഗവാൻ ഇവ അതരു ഇതര അന്യനാകുന്നു. യാതൊരുവനിൽ നിന്ന് ജഗത്സ്ഥാന നിരോധ സംഭവ ജഗത്തിൻ്റെ നിരോധം സ്ഥാനം സംഭവം ഭഗവാൻ ജഗത്തിൻ്റെ സ്ഥാനം നിരോധം സംഭവം ഇവ മൂന്നും സംഭവിക്കുന്നുവോ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും സംഭവിക്കുന്നുവോ തത് അത് ഭവാൻ അങ്ങന്ന് സ്വയം തന്നെ വേദ ഹി അറിയുന്നു നിശ്ചയം അറിയുന്നു. നിശ്ചയം ഹി എന്ന് പറഞ്ഞാൽ നിശ്ചയം വേദ അറിയുന്നു. തഥാപി എങ്കിലും ഭവാന് പ്രാദേശമാത്രം ഏകദേശം പ്രദർശിക്കപ്പെട്ടു ഞാൻ കാണിച്ചു തന്നു അല്ലെങ്കിൽ പറഞ്ഞു തന്നു കാട്ടിത്തന്നു എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഈ ലോകത്തെപ്പറ്റി ഭഗവാൻ തന്നെ ഈ ലോകത്തിനെ സ്ഥിതി ചെയ്ത് സംഹരിപ്പിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഭഗവാൻ ഈ ലോകമാണോ? അതല്ല താനും. ഭഗവാനിലാണ് ലോകമുള്ളത്, എന്നാൽ ലോകത്തിൽ ഭഗവാനല്ല. ലോകം ഇല്ലാതെയും ഭഗവാനുണ്ടാവും. ഭഗവാൻ തന്നെ സൃഷ്ടിച്ച് ലീലകളാടി സ്ഥിതി ചെയ്യിപ്പിച്ച് സംഹരിക്കുന്ന ഭഗവാന്റെ ഒരു ലീലയാണ് ഈ ലോകം. ഈ സർവ്വലോകങ്ങളും ഭഗവാന്റെ ഒരു ലീലയാണ്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ലോകത്തെ ഉണ്ടാക്കി നിലനിർത്തി ചെയ്യുന്ന ആ ഭഗവാനെ പറ്റി വ്യാസഭഗവാനും നന്നായിട്ട് അറിയാതെയല്ല. എങ്കിലും ഈ ബ്രഹ്മമാണ് സർവം എന്നറിയുന്ന സർവം ഗല്യുധം ബ്രഹ്മ ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള
ശ്രുതിയൊക്കെ അവിടുന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ അവിടത്തേക്ക് ഈ തത്വത്തെ കുറച്ചൊരു ഏകദേശമായിട്ട് കാട്ടിത്തന്നു, അത്രയേ ഉള്ളൂ. അറിയാത്തതല്ല, എങ്കിലും അവിടുന്ന് അറിയുന്നത്, വ്യാസഭഗവാന് അറിയുന്നത് ഞാൻ എന്ന് നാരദർ പറയുകയാണ്. ഞാൻ അല്പം കാട്ടിത്തന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. സ്വയം എല്ലാം അറിയാമെങ്കിലും ചില സമയത്ത് നാം അതിനെ, ഹനുമാൻ തൻ്റെ ശക്തി മറന്നു പോകുന്നത് മാതിരി അറിയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവുകയില്ല. അങ്ങനെ വ്യാസഭഗവാന് തന്നെ അറിയുന്ന കാര്യം ശ്രീ നാരദർ ഒരല്പമായിട്ട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ എന്ന് നാരദർ പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ലോകത്തിൽ നിന്നും വേറിട്ടതല്ല ഭഗവാൻ, എന്നാൽ ഭഗവാനിലാണ് ഈ ലോകം മുഴുവൻ സ്ഥിതി. ഭഗവാനില്ലാതെ യാതൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇതെല്ലാം നിലനിൽക്കാൻ വേണ്ടി ഭഗവാന് ഇതിൻ്റെ ഒന്നും ആവശ്യവുമില്ല എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇദം ഹി വിശ്വം ഭഗവാനി വേദരോ യദോ ജഗസ്ഥാന നിരോധ സംഭവാഃ തദ്ധി സ്വയം വേദ ഭവാംസ്തദാഭി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.